നമസ്കാരം. മലയാളി വാർത്താ ലൈഫിലേക്ക് സ്വാഗതം. 2026 മെയ് 2 ശനിയാഴ്ച. ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാൻ തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. സാമ്പത്തികമായി മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്ന ശുഭദിനമാണിത്. തൊഴിൽപരമായ കാര്യങ്ങളിൽ വലിയ വിജയം ഉറപ്പാണ്. വിവാഹാലോചനകളിൽ തീരുമാനമാകാനും മുടങ്ങിക്കിടന്ന സർക്കാർ ജോലികൾ ലഭിക്കാനും അനുകൂലമായ സാഹചര്യങ്ങൾ വന്നുചേരും. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. ഭാഗ്യപരീക്ഷണങ്ങളിലും നറുക്കെടുപ്പുകളിലും അപ്രതീക്ഷിത നേട്ടങ്ങൾ തേടിയെത്താൻ സാധ്യതയുണ്ട്. ദീർഘകാലമായി കാണാതിരുന്ന പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടുന്നത് മനസ്സിന് സന്തോഷം നൽകും. സ്ഥാനപ്രാപ്തി, തൊഴിൽ വിജയം, സുഖകരമായ ഉറക്കം എന്നിവ ഈ രാശിക്കാർക്ക് ലഭിക്കും. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. ആശയവിനിമയത്തിൽ അതീവ ശ്രദ്ധ പുലർത്തേണ്ട ദിവസമാണിത്. തൊഴിലിടങ്ങളിൽ അനാവശ്യമായ അഭിപ്രായ വ്യത്യാസങ്ങളോ വാക്കുതർക്കങ്ങളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അലസതയും അപവാദങ്ങളും ഒഴിവാക്കാൻ കർമ്മരംഗത്ത് കൂടുതൽ ജാഗ്രതയോടെ പ്രവർത്തിക്കുക. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. കുടുംബത്തിൽ പങ്കാളിയുമായോ മക്കളുമായോ ഉള്ള തർക്കങ്ങൾ ഒഴിവാക്കാൻ സംയമനം പാലിക്കുക. ഇന്ന് ചെയ്യുന്ന ജോലികളിൽ പൂർണ്ണമായ മാനസിക തൃപ്തി ലഭിക്കാൻ പ്രയാസമായിരിക്കും. എങ്കിലും വിവേകത്തോടെയുള്ള പെരുമാറ്റം വലിയ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷ നൽകും. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. ശത്രുദോഷങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുന്ന ആശ്വാസകരമായ ദിവസമാണിത്. ദാമ്പത്യ ജീവിതത്തിൽ ഐക്യവും സ്നേഹവും വർദ്ധിക്കും. സാമ്പത്തിക നേട്ടത്തോടൊപ്പം നല്ല സുഹൃത്തുക്കളുടെ സഹായവും തേടിയെത്തും. കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്ന സമയമാണിത്. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. പുതിയ ബന്ധങ്ങൾ മൂലം കുടുംബത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. സാമ്പത്തിക കാര്യങ്ങളിലും ബന്ധങ്ങളിലും അതീവ ജാഗ്രത പുലർത്തുക. തൊഴിൽപരമായ ആവശ്യങ്ങൾക്കായി യാത്രകൾ ചെയ്യേണ്ടി വന്നേക്കാം. ഇത് ശാരീരികമായ ക്ഷീണത്തിന് കാരണമായേക്കാം. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. കുടുംബത്തിൽ ശാന്തവും സമാധാനപരവുമായ അന്തരീക്ഷവും നിലനിൽക്കും. ദാമ്പത്യ ബന്ധത്തിൽ ഐക്യവും സന്തോഷവും വർദ്ധിക്കുന്നതോടൊപ്പം സാമ്പത്തികമായ ഭാഗ്യ അനുഭവങ്ങളും പ്രതീക്ഷിക്കാം. മനസ്സിന് സന്തോഷം നൽകുന്ന ഒട്ടേറെ കാര്യങ്ങൾ ഇന്ന് സംഭവിക്കും. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ടം. ആരോഗ്യകാര്യങ്ങളിൽ അതീവ ശ്രദ്ധ നൽകേണ്ട ദിവസമാണിത്. ദുഷിച്ച കൂട്ടുകെട്ടുകൾ മാനഹാനിക്കോ അപവാദങ്ങൾക്കോ കാരണമായേക്കാം. അലച്ചിലും സുഹൃത്തുക്കളുമായുള്ള കലഹങ്ങളും ഒഴിവാക്കാൻ ലഹരി ഉൾപ്പെടെയുള്ള തെറ്റായ ബന്ധങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് നന്നായിരിക്കും. കന്നിരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. ദാമ്പത്യ സുഖവും ശയന സുഖവും അനുഭവപ്പെടുന്ന ശുഭദിനമാണിത്. ആഭരണങ്ങളും അലങ്കാര വസ്തുക്കളും സ്വന്തമാക്കാൻ യോഗമുണ്ട്. സാമ്പത്തികമായി ദീർഘനാളായി നിലനിന്നിരുന്ന പ്രതിസന്ധികൾക്ക് ശമനം ഉണ്ടാകുകയും ഭാഗ്യാനുഭവങ്ങൾ ലഭിച്ചു തുടങ്ങുകയും ചെയ്യും. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനും കുടുംബത്തിൽ മംഗളകരമായ ചടങ്ങുകളിൽ പങ്കുചേരാനും അവസരം ലഭിക്കും. ജോലിസ്ഥലത്ത് നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്നവർക്ക് അപ്രതീക്ഷിതമായ ധനലാഭം പ്രതീക്ഷിക്കാം. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. സാമ്പത്തിക ഇടപാടുകളിലും ചെക്ക് പോലുള്ള രേഖകൾ കൈകാര്യം ചെയ്യുമ്പോഴും ചതിക്കപ്പെടാൻ സാധ്യതയുള്ളതിനാൽ അതീവ ജാഗ്രത പാലിക്കുക. അനാവശ്യമായ തർക്കങ്ങൾ നിയമപരമായ പ്രശ്നങ്ങളിലേക്കോ കോടതി വ്യവഹാരങ്ങളിലേക്കോ നയിച്ചേക്കാം. ഓരോ നീക്കത്തിലും സൂക്ഷ്മത വേണം. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. പ്രവർത്തനങ്ങളിൽ ചെറിയ മാന്ദ്യമോ കാര്യ തടസ്സങ്ങളോ നേരിടാൻ സാധ്യതയുണ്ട്. ദമ്പതികൾക്കിടയിൽ ചെറിയ പിണക്കങ്ങൾക്കോ കുടുംബത്തിൽ തർക്കങ്ങൾക്കോ ഇടയുണ്ട്. ആരോഗ്യപരമായ അസ്വസ്ഥതകളും അനാവശ്യ ചെലവുകളും ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.